പ്രവാസ ലോകത്തെ വാർത്തകൾ. ഇന്ത്യക്കെതിരെയുള്ള ഉയർന്ന താരിഫുകൾ വെട്ടിക്കുറയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാർ ഉടനെന്നും ട്രംപ് വ്യക്തമാക്കി. ഇന്ത്യയും യുഎസും തമ്മിൽ വ്യാപാര കരാറിന് തയ്യാറെടുക്കുകയാണെന്നും തീരുവ കുറയ്ക്കാൻ പദ്ധതിയുണ്ടെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം മൂലമാണ് ഇന്ത്യ ഇത്രയും ഉയർന്ന തീരുവകൾ നേരിടുന്നത്. എന്നാൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയതായും ട്രംപ് വീണ്ടും അവകാശപ്പെട്ടു. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു ട്രംപ്. ഞങ്ങൾ തീരുവ കുറയ്ക്കാൻ പോവുകയാണ്. ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അത് കുറയ്ക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ഊർജ്ജ ഇടപാടുകൾ ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റിൽ ഇന്ത്യൻ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച മാസങ്ങൾക്ക് ശേഷമാണ് US പ്രസിഡന്റിന്റെ ഈ പരാമർശങ്ങൾ വരുന്നത്. ഇന്ത്യയും യുഎസും തമ്മിലുള്ള വ്യാപാര കരാർ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇന്ത്യ റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പലതവണ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ മോദി ഇക്കാര്യം നിഷേധിച്ചിരുന്നു. നിലവിൽ ഇന്ത്യ എന്നെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും വൈകാതെ അവർ വീണ്ടും സ്നേഹിച്ചു തുടങ്ങുമെന്നുമാണ് ട്രംപ് പറഞ്ഞത്. ഇരു രാജ്യങ്ങൾക്കും ഉപകാരപ്പെടുന്ന വ്യാപാര കരാറായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതി സെർജിയോ ഗോർ ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിൽ തൊഴിലാളികൾക്ക് അനുകൂലമായ പുതിയ തൊഴിൽ നിയമം അവതരിപ്പിച്ചു. തൊഴിലാളികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം പൂർണ്ണ വിശ്രമം നൽകണമെന്ന് കർശന ഉത്തരവ്. പുതിയ നിയമം തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ്. തൊഴിലാളികൾക്ക് ആഴ്ചയിലെ അവധി ദിവസത്തിനു പകരം വേതനം നൽകി പണിയെടുപ്പിക്കുന്നത് തടയുന്നതടക്കമുള്ള പുതിയ നിയമങ്ങൾ സൗദി തൊഴിൽ വകുപ്പ് അവതരിപ്പിച്ചു. തൊഴിലാളിയുടെ ജോലി സമയം, വിശ്രമം, ആഴ്ചവട്ട അവധി എന്നിവയടക്കമുള്ള അവകാശങ്ങളെ ശാക്തീകരിക്കുന്നതിനാണ് കർശന നിയന്ത്രണങ്ങൾ പുറത്തിറക്കിയത്. തൊഴിലാളികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം പരിപൂർണ വിശ്രമം നൽകിയിരിക്കണം എന്നാണ് പുതിയ നിയമം. തൊഴിലാളിയുടെ ശാരീരിക മാനസികാരോഗ്യത്തെ മുൻകരുതി ജോലിസ്ഥലത്ത് 12 മണിക്കൂറിൽ ഏറെ സമയം തുടരാനോ തങ്ങാനോ പാടില്ലെന്നും പുതിയ നിയമം പറയുന്നു. ഒരു തൊഴിലാളിയെ കൊണ്ടും തുടർച്ചയായി 5 മണിക്കൂറിൽ കൂടുതൽ പണിയെടുപ്പിക്കാൻ പാടില്ല. ജോലി സമയത്തിനിടയിൽ പ്രാർത്ഥന നിർവഹിക്കുന്നതിനും ഭക്ഷണത്തിനുമായി ഏറ്റവും കുറഞ്ഞത് 30 മിനിറ്റ് വിശ്രമം നിർബന്ധമായും നൽകേണ്ടതാണെന്നും ഉത്തരവുണ്ട്. തൊഴിൽ വകുപ്പിന്റെ പുതുക്കിയ നിയമങ്ങൾ പാലിക്കാത്ത തൊഴിൽ സ്ഥാപന ഉടമകൾക്ക് നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായ് മെട്രോ ബ്ലൂ ലൈൻ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മെട്രോ സ്റ്റേഷനാണ് ബ്ലൂ ലൈനിൽ നിർമ്മിക്കുന്നത്. ദുബായ് മെട്രോ ബ്ലൂ ലൈൻ നിർമ്മാണം 10% പൂർത്തിയാക്കി. 500 പ്രാദേശിക രാജ്യാന്തര എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം. 30 കിലോമീറ്റർ ബ്ലൂ ലൈനിൽ 14 സ്റ്റേഷനുകളുണ്ടാവും. ജൂണിലാണ് നിർമ്മാണം ആരംഭിച്ചത്. മെട്രോ റെഡ്, ഗ്രീൻ ലൈനുകളെയും ബ്ലൂ ലൈൻസ് ബന്ധിപ്പിക്കും. ദുബായ് മെട്രോയുടെ 20ാം വാർഷികമായ 2029 ബ്ലൂ ലൈൻ പ്രവർത്തന സജ്ജമാകും. 10 ലക്ഷം താമസക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന ബ്ലൂ ലൈൻ ആരംഭിക്കുന്നതോടെ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകും. ബ്ലൂ ലൈൻ പ്രധാന താമസ വാണിജ്യ മേഖലകളെയും ബന്ധിപ്പിക്കും. 2050 കോടി ദിർഹമാണ് നിർമ്മാണ ചെലവ്. മിർദിഫ്, അൽ വർഗ, ഇന്റർനാഷണൽ സിറ്റി 1, 2, സിലിക്കൺ ഒയാസിസ്, അക്കാദമിക് സിറ്റി, റാസൽ ഗോർ വ്യവസായ മേഖല, ദുബായ് ക്രീക്ക് ഹാർബർ, ഫെസ്റ്റിവൽ സിറ്റി എന്നീ കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചാണ് ബ്ലൂ ലൈൻ കടന്നുപോവുക. ലോകത്തിലെ ഏറ്റവും